അളിയല്ലല്ലോ നിന്റെ പടമൊക്കെ ഇറങ്ങുന്നു പറഞ്ഞിട്ട് എന്തിനാ? പടം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ ഇറങ്ങുന്ന സാധനമൊന്നുമില്ല. അതിനൊക്കെ ഒരു സമയമില്ല അളിയാ. ആ സമയത്ത് അങ്ങ് ഇറങ്ങും. സിനിമയെ അഭിനയിക്കാൻ പോണ എല്ലാവരുടെ സ്ഥിരം ക്ലീശ ഡയലോഗ് ആയത്. അതൊന്ന് മാറ്റിപ്പിടി. അല്ല നടക്കും ഇതൊക്കെ. അല്ല അതിനു മുമ്പേ നീ കഴിഞ്ഞ ആഴ്ച ഏതോ റിസോർട്ടിൽ എന്തോ ഷോർട്ട് ഫിലിമിന്റെ എന്തോ ഉണ്ടായിരുന്നല്ലോ. അടാ ഷോർട്ട് ഫിലിം അത് എന്തോ പ്രൊഡ്യൂസറിന്റെ എന്തോ ഒരു വിഷയം ഏകദേശമൊക്കെ ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത മാസമൊക്കെ ചിലപ്പോൾ ഇറങ്ങുമായിരിക്കും. എന്റെ പൊന്നളിയ നീ ഒന്ന് ക്ലച്ച് പിടിച്ചാ കണ്ടിട്ട് മരിച്ചാ മതി. എനിക്ക് അതാ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. കഴിഞ്ഞ മാസം മരിക്കാനുള്ള നീ വാഴ സിനിമയില്ലേ, ആ 4 പേരിൽ ഒരാളായിട്ട് എന്നെ സെലക്ട് ചെയ്തല്ലേ ബിം ചേട്ടാ. ആശ്രായിട്ടായിരിക്കും. അലനില്ലേടാ നമ്മുടെ സൈസ് വെച്ചിട്ട് അലനറ്റ് ജസ്റ്റ് മിസ്. പക്ഷെ ബിബിൻ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു വാഴ 3 നിനക്ക് ത്രൂ ഔട്ട് ക്യാരക്ടർ ഞാൻ തരുന്നുണ്ടെന്ന്. വാഴ കൊലയായിട്ടായിരിക്കും. നീ എന്താ എന്നെ അംഗീകരിക്കാതെ? പിന്നെ വല്ല നടക്കണ കാര്യമുണ്ടേ അത് പറയടേ. നടക്കണ കാര്യം എടാ, അടുത്ത മാസം തല അജിത്തിനെ അറിയാമോ? തല അജിത്തിന്റെ കൂടെ തീപ്പൊരു വേഷം ത്രൂ ഔട്ട് വേഷം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. നീ നോക്കോ അളിയാ ആ പടം ഇറങ്ങുമ്പോഴേ ഞാൻ ഒരു 50 വട്ടം കാണും. കണ്ട് പടി, കൂട്ടുകാരനെ കണ്ട് പടിടാ. അവനാണ് കൂട്ടുകാരൻ. അത് അതുകൊണ്ടല്ല, ആ പടം 50 വട്ടം കണ്ടാലേ നീ അതിൻ്റെ അകത്തുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് അതെന്താ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എടാ അതിലൊരു കാര്യമുണ്ട്, നിനക്കറിയാമോ? അതായത് ഈ തമിഴ് പടത്തിലെ ഈ സ്റ്റണ്ടിന്റെ ഇടയിൽ ഈ തമിഴന്മാരെ ഇവനെ കണ്ടുപിടിക്കണമെങ്കിൽ 50 വട്ടം കണ്ടാ പോരാ, 100 വട്ടം കാണണം. അതെ, നല്ല കൂട്ടുകാരന്മാരുടെ നല്ല കൂടെ സഹായിക്കല്ലടാ. കൂട്ടുകാരന്മാരെന്ന് പറഞ്ഞു നടക്കും, കൂടെ നിൽക്കല്ലേ. ഒരിക്കലും കൂടെ ഇല്ല. ആണ്ടവന്റെ കാതില് ഇവൻ ഇവളും തമ്മിൽ കണക്ഷനാന്ന് കേട്ടറിവല്ലേ ഉള്ളൂ. നിനക്കറിയും? ഇല്ല. ഇതിവൻ പ്രൂവ് ചെയ്യണ്ടേ? എടാ പ്രൂവ് ചെയ്യും. അത് ലല്ലു ഇന്ന് പ്രൂവ് ചെയ്യണം. എന്തോന്ന്? അവക്ക് നിന്നെ ഇഷ്ടമാണെങ്കിൽ നീ വിളിച്ചാൽ അവൾ ഇവിടെ വരണം. കളിയാ അത് മുത്താണ്, ലല്ലുവിന്റെ പെണ്ണ്. ലല്ലു വിളിച്ച അവള് സ്പോട്ടിൽ ഇവിടെ വരും. കാണോ നിനക്ക്? കാണോടാ. അല്ല വന്ന എന്റെ കിടപ്പാടം പോയാലും കുഴപ്പമില്ല. ആ പൈസ വെച്ച് നിന്നെ ഞാൻ സിനിമ എടുക്കും. നീ ഇപ്പോഴും വാടക വീട്ടിലല്ലേ നടക്കണേ? കിടപ്പാടം അതൊന്നും വേണ്ട. ഈ വണ്ടിയിൽ ഫുൾ ടാങ്ക് പെട്രോൾ 2 പേരും കൂടെ അടിച്ചു തരുമോ? ഡീലാണേ. പിന്നെ വാക്ക് മാറ്റല്ലേ? കണ്ടോ നീ വിളി. കണ്ടോ മുത്തേ? കേട്ട് കാണൂല. മുത്തേ ഏട്ടൻ വിളിക്കുവാ. മുത്തേ മുത്തേ അവള് കേട്ടില്ല. അതുകൊണ്ട് എന്തൊക്കെയായിരുന്നു. അവൾ അങ്ങനെയാണ്, അവൾ ഇങ്ങനെയാണ്. ഇനി അവളുടെ പ്രേമം എന്നൊക്കെ പറഞ്ഞ് ഇതിന്റെ ഇടയിൽ വന്ന് വായത്താൾ പഠിക്കാം. എന്റെ തനി കൊണനീ കാണും. നല്ല കൂട്ടുകാരൻ വേണ്ട, കൂടെ നിൽക്കുന്ന ഏട്ടാ. നിങ്ങൾ ഇറങ്ങണം, എന്റെ വണ്ടി ഇറങ്ങണം, എന്റെ വണ്ടി ഇറങ്ങണം. എടാ നമ്മളെങ്ങനെ പോകും? പൊളിച്ചത് അമ്മയുടെ കയ്യിൽ ചീത്തയമ്മ. അന്ന് അമ്മാവന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചക്കയില്ലേ, അത് ഇതിലും നല്ലതായിരുന്നു. നല്ല വലിയ. എനിക്ക് ആ ചക്ക ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ അത് ഇത് വേവിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടായില്ല അതിന്. പക്ഷെ നല്ല വലിയ ചൊളയായിരുന്നു. ചാമ്പക്കേ വിളിച്ചില്ലല്ലോ. ഞാൻ അപ്പുറത്തെ വീട്ടിൽ നിന്ന് നിറച്ച ഇത് കണ്ടോ, കൊറേ അയക്കുന്നു. കൂട്ടുകാരിനെ കണ്ടാടി നീ? കണ്ട് പൊന്നോ, നീ ഇവളുടെ രാവിലത്തെ ബഹളം വല്ലതും കേട്ടായിരുന്നാ? മാമി എന്റെ കൂട്ടുകാരി ഞാൻ വല്ലപ്പോഴല്ലേ ഇവിടെ വരണേ. അവൾ ഇന്ന് വൈകുന്നേരം ചെന്നൈയിൽ അവളുടെ ചേച്ചിയുടെ വീട്ടിലോട്ട് പോവാണ്. അപ്പൊ അതിന് മുമ്പ് ഞാൻ വന്നിട്ട് കാണണോന്ന് പറഞ്ഞിട്ട് പോയേനാണ് ഈ പറയണത്. നിനക്ക് പക്ഷെ ഇത്ര കറക്കം കൂടുതലാ. ആടി വീട്ടിൽ വന്ന ഇവള് വല്ലപ്പോഴല്ലേ ഇവിടെ വരുന്നത്. അതെ, ഞങ്ങളോട് ഇരിക്കാൻ നിനക്ക് നേരം. അല്ലെങ്കിൽ ഇതേ മാളുവിന്റെ അടുത്തിട്ട് പോകും. അല്ലെങ്കിൽ ഈ പെങ്കൊച്ചിന്റെ പേര് നീനു. അവള് വന്നിട്ട് ഇതുവരെ കണ്ടില്ല. മാളുവിനെ അങ്ങോട്ട് ഇതുവരെ പോയിട്ടില്ല. കള്ളനോട് വർത്താനം പറയാൻ അവക്ക് നേരമില്ല. പിന്നെ ഞങ്ങളോട് എന്താണ്ട് പറയണ പോലെ. അത് പറ. എന്തൊക്കെ അത് പറ. എന്റെ കൂട്ടുകാരി എനിക്ക് കാണട്ടെ. കണ്ടോ ഉള്ളേ, ഒന്നും പറഞ്ഞില്ലല്ലോ കാണാൻ പോയതിന്. വിട്ടില്ല. ഇവിടെയും കൂടെ ഇരിക്കണോന്നേ പറഞ്ഞോളൂ. നമുക്കിത് മറ്റേ ഉള്ളി മുളക് ഇടിച്ചെടുക്കാൻ ചേച്ചി. നാളെ ഇവന്റെ ബർത്ത്ഡേ. അപ്പൊ അവനൊരാഗ്രഹം എല്ലാരെയൊക്കെ വിളിച്ചിട്ടൊരു പാർട്ടി നടത്തണമെന്ന്. അങ്ങനെ കുറച്ച് സാധനം വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. അപ്പൊ ലല്ലുവിന് ചേച്ചിയുടെ വക നാളെ നല്ല പാർട്ടി ആയിരിക്കുമല്ലോ. അത്രയ്ക്കൊന്നുമില്ല, ചെറുതായിട്ട്. പിന്നെ എന്താ സാധനം മേടിക്കാൻ പോണോ?
അപ്പൊ നാളെ എല്ലാരും ഉച്ചയ്ക്ക് അങ്ങോട്ട് വരണേ. കൊറേ പേരെ വിളിക്കുന്നുണ്ടോ? ഇല്ല, കുറച്ചു പേര്. ഞങ്ങൾക്ക് വരണ? പിന്നെ എല്ലാവർക്കും അവിടുന്ന് ഉച്ചയ്ക്ക് പോണ്. ശരി, നിങ്ങൾ ഇരിക്കും. എനിക്ക് വന്നിട്ട് കുറച്ച് ഫ്രണ്ട്സിനെ വിളിക്കാനുണ്ട്. ശരി എന്നാ. ആ ആ ചെറുക്കന്റെ മുഖം എന്താ ചേച്ചി? ഇഞ്ചി കടിച്ച കുരങ്ങനെ പോലെ ഇരിക്കുന്നു. അവന്റെ ആരെങ്കിലും എന്തെങ്കിലും എടുത്തുണ്ടോ പോയാ? നമ്മളുടെ മുഖത്ത് നോക്കി മുഖം ഉറപ്പിച്ചിരിക്കേണ്ട കാര്യം എന്താ ചെറുക്കന്? അപ്പൊ നമ്മള് ചെല്ലുന്ന ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. നമ്മളതിനെ അവരല്ലല്ലോ വിളിച്ചത്, അവനല്ലല്ലോ വിളിച്ചത്. നമുക്ക് സുൽച്ചേച്ചിനെ നോക്കിയാ പോരെ. ഇത്രയായ ഒരു പെങ്കൊച്ചുണ്ടെങ്കിൽ തള്ള ഒന്നും അറിയണ്ട. ദേ അടിച്ചു വാരാനും കൂടി എന്റെ കൈ ചെല്ലണം. അവക്കൊന്നിനും വയ്യ. ഞാൻ പോട്ടേന്ന് വിചാരിച്ചിട്ടാ, വല്ലപ്പോഴും അല്ലേ വരലേന്ന് വിചാരിച്ചിട്ടാ. എന്ത് മാറിയൊന്നും തരണ്ട. എന്താ നീ മിണ്ടാത്തത്? അയ്യേ, എന്തൊക്കെയുണ്ട് ആന്റി? ഒന്നുമില്ല മോനെ, ദേ അടിച്ചു വാരുമായിരുന്നു. ആണോ? എന്തേ പിന്നെ? ഇവിടെ വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു അങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടി ഇരിക്കുവായിരുന്നു. ഓ, പിന്നെ അപ്പോഴത്തേക്ക് നീ വന്നു. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴാണോ നീ ഓർത്തത്? ആ അല്ല, ഞാനേ അവിടെ പോയിട്ട് വന്ന. ഇരിക്കുന്നേ, വാ അമ്മ. കഴിച്ചോ? കഴിച്ചു. വേണോ? എടി, നാളെ ലൈലു ചേട്ടന്റെ ബർത്ത്ഡേ അല്ലേ? ആ, നിന്നെ വിളിച്ചോ? അയ്യടി, നിന്നെ ആയിരിക്കും ആദ്യം വിളിച്ചിട്ടുണ്ടാവാ. എന്താ കൊടുക്കണേ? ഞാൻ തീരുമാനിച്ചില്ല. സർപ്രൈസ് ആയിരിക്കല്ലേ? ഇല്ല, സത്യമായിട്ടും കൊടുക്കണം, എന്തെങ്കിലും കൊടുക്കും. ഞാൻ ഓൾറെഡി ഗിഫ്റ്റ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അല്ല, പിന്നെ എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. അപ്പൊ ഞാൻ കുറച്ചുമ്പോ പോണ്ട്. നീ വണ്ട എന്റെ കൂടെ? അങ്ങനെയാണെങ്കിൽ പുതിയ പ്ലാനുമായിട്ട് അവള് വന്നു. അല്ല, എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പോണം. അപ്പൊ ഒരു കമ്പനി. അവക്കല്ലെങ്കിലേ വയ്യ. മിണ്ടാതെ പറയാതെ ഇരിക്കുവായിരുന്നു. ഇത്ര വയ്യായല്ല, മൂഡ് ശരിയല്ല. അപ്പൊ ഞാൻ പോയിട്ട് വരുമ്പോ ചിലപ്പോ നോക്കിയോ. പോണതൊക്കെ പോക്കോ, ആവശ്യം കഴിഞ്ഞ് അങ്ങനെ തന്നെ കൂടി തിരിച്ചു വരാം. നിങ്ങൾക്ക് ഇച്ചിരി കറക്കം കൂടുന്നുണ്ട്. അല്ലെങ്കിൽ ഞാനും വരും. നമ്മളോട് ഇറങ്ങാൻ ഞങ്ങള് എവിടെയെങ്കിലും പോയാ പിന്നെ അവിടെ അലഞ്ഞു തിരിഞ്ഞ് അങ്ങ് നടക്കുവാണ്. പുറത്തോട്ട് ഇറങ്ങിയാ പിന്നെ ചിറക് മുളക്കിയ രണ്ടിനും. ഇപ്പൊ പോട്ടെ. ഇവിടെ വരുമ്പോഴല്ലേ ഇവളെ കാണുന്നുള്ളു. അവിടെ കാണുവോ? ഓ, എങ്ങോടെങ്കിലും സേഫ് ആയിട്ട് ഞാൻ തിരിച്ചുകൊണ്ടെന്നാക്കിക്കോളാം. പൊക്കോ പൊക്കോ. എന്നാ ഉച്ചശേഷം പോവാ. കാര്യം ഞാൻ ഇപ്പം മറ്റേ നീനുവിനെ കണ്ടിട്ട് വന്നേ ഉള്ളൂ. ഉച്ചശേഷം. ഉച്ചയ്ക്ക് ശേഷം പോവാം. പിന്നെ സർപ്രൈസ് ഉണ്ട് നാളെ. ഇല്ലാന്ന് ഞാൻ എനിക്കറിയാം നിന്റെ മാളുവേ, മാളു, എന്താ ഇച്ചിരി കപ്പ എടുക്കട്ടെ? കപ്പ ഇച്ചിരി കഴിഞ്ഞിട്ട് പോകാം. വേണ്ട 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 ആന്റി, ഞാനേ അമ്മ പുറത്തേക്ക് ഇറങ്ങി അലക്കാൻ വേണ്ടി. അപ്പൊ ആ സമയത്ത് ഇങ്ങോട്ടേക്ക് വന്നയാ. ആ, അല്ലെങ്കിൽ ഇച്ചിരി നേരം ഇരുന്ന് കപ്പയൊക്കെ കഴിച്ച് പുറത്തു പോക്കോ. ഇപ്പൊ പോണ്ട പുറത്തോട്ട്? എനിക്കറിയാം. ഇപ്പൊ പുറത്ത് പോവാണോന്ന്? ഇല്ല, ഞാൻ വീട്ടിലോട്ട് പോവാ. ഇപ്പൊ ഉച്ച കഴിഞ്ഞിട്ട് പോണുള്ളൂ. ഓക്കെ ആന്റി, പോവാണേ. ഇറങ്ങിയാ? പോവാ. ഇതെന്താ വന്നിട്ട് ഓടിപ്പോയേ? അല്ല, അവള് ഉച്ചയ്ക്ക് വരുമല്ലോ. നിനക്കെന്താ പറ്റിയേ? ഇത് കൊള്ളാം. ഇതേ പെണ്ണെ ഇങ്ങനെ വീട്ടിലിരുന്നേക്കരുത് കേട്ടല്ലോ. എനിക്കൊന്നും പറ്റില്ല. ഞാനിങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ ചിന്തിച്ചു. എന്ത് ചിന്തിക്കാനായിട്ട്? എനിക്കൊന്നും പറ്റില്ലതാ കണ്ട. ഞാൻ ഹാപ്പി. ഇവിടെ പോവും. ഇതുണ്ട്. ഇത് കൊള്ളാന്ന് തോന്നുന്നു. മെൻസ് വെയർ അല്ലേ? അപ്പൊ ഇവിടെ കുറെ കളക്ഷൻ ഉണ്ടാവും.
എന്താ വേണ്ടേ? ഷർട്ട് സൈസ് സൈസ് എന്റെ എത്ര വരിക? ആ ചേട്ടനൊക്കെ വരുമായിരിക്കും. എന്റെ അടുത്താണ് ചോദിക്കുന്നത്. അത് ചെക്ക് ടൈപ്പ് ആണ്, ഇത് പ്രിന്റഡ് ടൈപ്പ്. ഇങ്ങനെ വരും. ഏത് വെറൈറ്റി ആണ് വേണ്ടത്? പ്രിന്റ് വേണോ ചെക്ക് വേണോ? ചേട്ടന് ഇതിലേതാ ഇഷ്ടം? എനിക്ക് ലൈക്ക് പ്രിന്റ് ആയിരിക്കും. ആ ഇപ്പൊ ഒരാള് ഗിഫ്റ്റ് തരുവാണെങ്കിൽ ചേട്ടൻ പ്രിന്റ് കൊള്ളാം, നല്ലതാ. ഇത് അറിഞ്ഞൂടല്ലോ. എന്നാലും ഏറ്റവും കൂടുതൽ ഇടുന്നത് കണ്ടിട്ടില്ലേ, അത് വെച്ചിട്ട് പറ. എന്ത് ഇടാണ്? എന്ത് ഗേൾ ഫ്രണ്ടാടി? ഇഷ്ടമുള്ളവരിനെടുത്ത്. ആ അതോ ഇത് ചേട്ടൻ ആരെങ്കിലും ഗിഫ്റ്റ് കറക്റ്റ് ആയിരിക്കും, അടിപൊളിയായിരിക്കും. ആണോ? പാർട്ടി വെയർ അല്ലേ? സൂപ്പർ ആയിരിക്കും. അതെ സൂപ്പർ ആയിരിക്കും. അല്ല നിനക്ക് ഇഷ്ടമുള്ളവരിനെ എടുക്കുക ഇതിനകത്തുനിന്ന്. അതെയാ, ഇത് കൊള്ളാം, നല്ല വെറൈറ്റി അല്ലേ? അതെ പാറ്റേൺ ടൈപ്പ് ആണ്, നല്ല സ്റ്റോണിന്റെ പാക്കേട്ടാ ഇത്. പിന്നെ ഇതെല്ലാം നല്ലതല്ലേ? ഇതെത്ര ഇളിക്കാനായിട്ട്? അല്ല, ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കറക്റ്റ് കുത്തി ബോയ് ഫ്രണ്ടിന് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണാണ്. പിന്നെ എനിക്ക് ആമ്പിള്ളേർക്ക് ഗിഫ്റ്റ് മേടിക്കലല്ലേ എന്റെ പണി. എല്ലടി, എന്നാലും മനുഷ്യന്മാരാകുമ്പോ ഒരു അറ്റ്ലീസ്റ്റ് ഒരു ധാരണയെങ്കിലും ഉണ്ടാവൂലേ. അതൊക്കെ ഇങ്ങനെയുണ്ട്. എന്റെ ഡ്രസ്സ് പോലും അമ്മ പറഞ്ഞിട്ടാ ഞാൻ എടുക്കണേ. ഇതൊക്കെ പഠിക്കണ്ടേ, ഭാവിയിൽ ആവശ്യം വരും. എന്തെങ്കിലും കറക്കി കുത്തി വാങ്ങാൻ്റെ അല്ല എന്ത്? അല്ല ഞാനേ ഈ ഷർട്ട് ഇപ്പൊ കൊണ്ടുപോയത് എവിടെ വെക്കും? അത് നീ കാണാതെ എവിടെങ്കിലും വെച്ചാ മതി. അതാ എവിടെ വെക്കും കാണാതെ? അയ്യോ മാറി ബാഗിൽ വെക്കാൻ പറ്റൂല. കാര്യം ബാഗിൽ നിന്ന് അമ്മ വല്ലതും എടുത്തു കഴിഞ്ഞാൽ അത് ഭയങ്കര സീനാവും. നീ എവിടെങ്കിലും കൊണ്ടൊന്ന് വെക്ക്. അല്ലെങ്കിലേ നിന്റെ വീട്ടിൽ കൊണ്ടുപോകും. എന്റെ വീട്ടിലൊന്നും വെക്കാൻ പറ്റൂല. എടി, ഞാൻ ഓൾറെഡി ഒരു ഗിഫ്റ്റ് വാങ്ങിച്ച്, അത് അമ്മ കണ്ടു. അപ്പൊ ഇനി ഇതും കൊണ്ട് എന്നാ ആരുടെയാന്ന് ചോദിക്കൂലേ? അല്ല ഇത് ഒളിപ്പിച്ച് വെക്കാൻ പറ്റൂല. ഒരു ഫ്രണ്ട് എന്നുള്ള നിലയിൽ ആവശ്യത്തേക്കുള്ള സഹായം ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ ഐഡിയ എങ്കിലും നീ സ്വന്തമായിട്ട് കണ്ടുപിടിക്കും. നീ ബാഗിൽ വെച്ചെന്ന് വെച്ചോ, ഞാൻ എങ്ങനെ കൊടുക്കും? എങ്ങനെ കൊടുക്കൂന്ന് ചോദിച്ചാ അമ്മയുടെ കണ്ണൊടിച്ചത് കൊടുക്കാൻ പറ്റില്ല. മേടിക്കണ്ടേ? അത് നീ ഒന്ന് ആലോചിച്ച് നോക്ക. ആലോചിക്കുമ്പോ കിട്ടും. മെനക്കേടി പരിപാടിയൊക്കെ ഗിഫ്റ്റ് മേടിക്കണം, ഗിഫ്റ്റ് കൊടുക്കണം. എടി, ഇതൊക്കെ അറിയാണ്ടാണോ നീ പ്രേമിക്കാൻ ഇറങ്ങിയത്? പിന്നെ എല്ലാരും ഇതൊക്കെ പഠിച്ചു വെച്ചിട്ടല്ലേ പ്രേമിക്കുന്നത്? ഇതൊക്കെ അറിയാത്തവർക്ക് പ്രേമിക്കണ്ടേ? എന്നാലും ഒരു മനുഷ്യന്മാരാകുമ്പോ ഒരു സാമാന്യ ബോധ്യം വേണ്ടേ? ഇതിപ്പോ കൊടുക്കാൻ എന്തിനും ചെയ്യാൻ പറ്റും? അത് എനിക്ക് നീ വച്ചേക്ക്, ഇന്നത്തെ എപ്പോഴെങ്കിലും കാണുമ്പോ കൊടുക്കും. ഇത് എന്റെ ബോയ് ഫ്രണ്ടാണോ നിന്റെ ബോയ് ഫ്രണ്ടാണോ? കുറച്ച് റെസ്പോൺസിബിലിറ്റി വേണം. ഇത് നീ എവിടെയെങ്കിലും കൊണ്ട് ഒളിപ്പിച്ച് വെച്ചിട്ട് വീട്ടിൽ പോയിരുന്ന് സ്വസ്ഥമായിട്ട് ആലോചിക്കും ഇത് എങ്ങനെ കൊടുക്കുന്നു. നീ എന്റെ കൂടെ വരും ഇത് കൊടുക്കാൻ? അല്ല, ബർത്ത്ഡേക്ക് ഞാൻ എന്തായാലും വരുമല്ലോ. ബർത്ത്ഡേക്ക് കൊടുക്കാൻ പറ്റില്ല. മാമിനൊക്കെ വരൂലേ? മാമിയില്ല, മാമിയും അമ്മയൊക്കെ വരും. ആ, ഞാൻ വരാം. തൽക്കാലം ഇത് നീ വയ്ക്ക്. നീ ഇത് ബാഗിൽ വെക്കേ, എന്നിട്ട് നമുക്ക് പോവാ. ബാഗിൽ കൊള്ളൂ ഇത്? അതെങ്ങനെങ്കിലും കൊള്ളിക്കത്. കഷ്ടം ഇത് കേച്ച്. ഓ, ഇനി ബാഗിൽ ബോംബുള്ള പോലെ ഞാൻ നടക്കണം. വീടരുത് കേട്ടാ. ഇതെങ്ങനെയുണ്ട്? നല്ല കൊള്ളാല്ലേ? എടാ വീഴുവടാ, നീ അവിടെ ഇരുന്നേ. ഞാൻ നിക്കാം. പല്ലൊക്കെ പോയാലുണ്ടോ ഒരു രസം ഉണ്ടാവത്തില്ല കാണാൻ. എന്റെ കയ്യിലും ഇടായിരുന്നു. വേണോ? ചേച്ചിക്ക് നഖമുണ്ടല്ലോ, നല്ല രസമായിരിക്കും ഇട്ട് കഴിഞ്ഞാ. വേണ്ട, എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഇത് പോയല്ലോ. ചക്ക തിന്നാടി. അടിപൊളിയായിരുന്നു ചേച്ചി. ഇഷ്ടപ്പെട്ടോ? സൂപ്പർ ആയിരുന്നു. എന്നിട്ട് എന്താ തോന്നിയത്? എന്ത് തോന്നി? അടിപൊളിയായിരുന്നു. വാങ്ങിച്ചല്ലേ ഇരുന്നത്? എന്താ അതിനകത്ത് എന്തൊക്കെ ഉണ്ടായി? ചക്ക. ചക്ക മാത്രല്ല, ചക്കയും പിന്നെ തേങ്ങയും അതൊക്കെ അല്ലേ. ഓ, ചക്കയുടെ കൂടെ 2 കഷ്ണം കപ്പ ഇട്ടിട്ടുണ്ടായി.
പിന്നെ താളിട്ടിട്ടുണ്ടായി, താള്, ചേമ്പും താള്. അയ്യോ, അതായിരുന്നു അത്രയും ടേസ്റ്റ്. ചുമ്മാ നല്ല ഇച്ചിരി കുഴഞ്ഞിരുന്നത്. നല്ല ടേസ്റ്റ് ആയിരുന്നു. അടിപൊളിയായിരുന്നു. ഇനി എന്തെങ്കിലും കുറ്റം പറയണമെങ്കിൽ ഒരു കുറ്റം പറയാം. എന്ത്? ഇച്ചിരി ഉപ്പ് കുറവായിരുന്നു. ഉപ്പ് ഞാൻ മനഃപൂർവ്വം കുറച്ചിട്ടതാ. ഇനിയിപ്പൊ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. ഒന്നല്ല, ഈ വീട്ടിൽ നീ ഉൾപ്പെടെ എല്ലാത്തിനും പ്രഷറുണ്ട്. എനിക്കൊരു പ്രഷറും ഇല്ല. നിനക്കൊക്കെ ദേഷ്യം നിങ്ങളുടെ ആങ്ങളൊക്കെ പ്രഷർ. എന്റെ ആങ്ങളൊക്കെയല്ല, നിന്റെ ആങ്ങളൊക്കെ പ്രഷർ കയറുമ്പോ കേട്ടിട്ടില്ലേ? അതെ, അതുകൊണ്ട് ഇച്ചിരി ഇത് കുറച്ചിട്ടതാ. കഴിഞ്ഞില്ലേ ഇത്? കഴിഞ്ഞു. ഇടി, നിനക്ക് കണ്ണ് കാണാൻ പറ്റും? എനിക്ക് നല്ല കാഴ്ചക്കുറവുണ്ട്. ഇത് ഇങ്ങനെ നോക്കണം. ഈ കൊച്ചു വന്നോ? ആന്റി, ഞാൻ കൊണ്ടുപോയ ആളെ കൊണ്ടുപോയ പോലെ തന്നെ തിരിച്ചു ഞാൻ അവളെ പറ്റി മാത്രമല്ല നിന്നെയും പറഞ്ഞത്. വേഗം അവിടെ ഇവിടെ അലഞ്ഞു തിരിയാതെ വന്നോന്ന്. ഞാൻ ഇവിടെ അലഞ്ഞൊന്നും തിരിയാറുണ്ട്. വാങ്ങിച്ചാ? ഓ, ഭയങ്കര വെയില്. എന്നാ ഞാൻ പൊക്കട്ടെ. വെള്ളം എന്തിനും വേണം? വേണ്ട വേണ്ട, ഞങ്ങൾ നാരങ്ങളും കുടിച്ചിട്ടാ വന്നേ. പോട്ടെ. നാളെ കാണാം. നല്ല ഡ്രസ് ആണോ? താങ്ക് യു. എന്റെ സെലക്ഷൻ. അവളുടെ ഫേവറേറ്റ് കളർ ഇത്, എപ്പോഴും ഇത് ഇടുള്ളൂ. ഇങ്ങനത്തെ ലൈറ്റ് കളറൊക്കെ ഇടുന്നെ. പോട്ടേട്ടാ, ഇതൊക്കെ തിന്നട്ടെ. ഞാൻ കളിച്ചിട്ട് പൊട്ടിയ വേറെ മേടിച്ചോ? അവനടുത്ത് പറഞ്ഞ് ശരിയാക്കി തരാം. ഓ വേണ്ട, അവനിപ്പോ ബാഗ് എടുത്ത് നിർത്തി. നിനക്ക് എന്താ ആ ബാഗ് ഇപ്പൊ അങ്ങനെ എടുക്കണ്ട. അതല്ല ഭ്രാന്ത്, കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. നോക്കിയാ അവന്റെ ബാഗ് ഇല്ലല്ലോ, പുതിയ ഒരെണ്ണം മേടിച്ചല്ലേ ഉള്ളൂ. മുഷുക്ക് സ്വഭാവമാണ് ഈ മുത്തിന് ചില നേരം. ചേച്ചി എന്തേ? എനക്കെന്ത്? ഓ, പെനക്കോ? പിണക്കം. ഒരു ബാഗ് ഇവന് ഭയങ്കര ചൊറിയമ്മ. ഞാനല്ല, മുത്തു ചേച്ചി. ഓ, ചുമ്മാ അടി ഉണ്ടാക്കാൻ വരും അവൻ. ഇത്ര ജാട നിനക്ക്. ഹലോ, എഴുതാ എഴുത്. പോ. ഹലോ. എടാ, ചായ അതറിഞ്ഞോടാ. കൊടുക്കണം. എങ്ങനെ? അത് കൊള്ളാം. അത് നല്ല. അപ്പൊ എങ്ങനെ, നീ വരുവോ കൂടെ? അത് സേഫാണ്. ഓക്കെ ഓക്കെ ഓക്കെ, സെറ്റ്. വരുമല്ലോ അല്ലേ? ശരി. എന്റെ മൊത്തമാണ് നിനക്ക് പഠിക്കാനുള്ള ഇരിക്കണം. ബുക്ക് നോക്കി പഠി. ഓ, മുത്തേ, ഇടി നീ ഇവിടെ? സത്യം, ഇത് സർപ്രൈസ് ആയിരുന്നു. ഞാൻ എന്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല നീ ഇവിടെ വരുമെന്ന്. മുത്തേ, എടി എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല മുത്തേ. ഇവിടെ അർച്ചന പ്രസാദം നല്ലു ആയില്ല.
മുത്തേ മുത്തേ നീ എന്ത് ഇങ്ങനെ പിണങ്ങി നിൽക്കുന്നത്? ഇതാ ഹാപ്പി ബർത്ത്ഡേ. ഇത് തരാനാ രാവിലെ വന്ന. ഇതെന്ത് ഇങ്ങനെ പറയണ നീ? ലല്ലുചേട്ടൻ ചെയ്ത മോശമായി പോയി. ബർത്ത്ഡേയുടെ അരി ഇവളുടെ അടുത്ത് പറഞ്ഞില്ലല്ലോ. അത് പിന്നെ മുത്തു എന്റെ അടുത്ത് കാണിച്ചത് മോശമായി പോയി, അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ കാണിച്ചു. ഞാൻ എന്താ കാണിച്ചെന്ന്? കൂട്ടുകാരോട് നിന്നപ്പോ വിളിച്ചിട്ട് വരാത്തല്ലേ? എനിക്ക് അവരെ പണ്ടേ ഇഷ്ടമല്ല. ചുമ്മാ പെമ്പിള്ളേരെ പറയാറുന്ന കമന്റ് അടിക്കലാണ് പതിവ്. അതുകൊണ്ടാണ് ഞാൻ വരാത്ത. അത് പറയാൻ വേണ്ടി ഞാൻ കുറെ വട്ടം വിളിച്ചല്ലോ. എടുത്തോ? അത് പിന്നെ ആ സിറ്റുവേഷനിൽ നിന്റെ കോള് ഞാൻ കണ്ടു, എടുക്കാത്ത തന്നെ മനഃപൂർവ്വം. എന്നിട്ട് കുറ്റം മൊത്തം എനിക്കല്ലേ? ഇടി പിണങ്ങാതെ മിണ്ട്. ആളു 2 മിനിറ്റ് ഇവിടെ നിൽക്കൂ. ഞാനും മുത്തു കുളിച്ചും ദേവിയുടെ അടുത്ത് ഈ പിണക്കൊന്ന് മാറ്റിയിട്ട് പെട്ടെന്ന് വരാം. ഓക്കെ? മുത്തു വാ. വാ. ഇത് പിടിച്ചേ, പിടിച്ചേ. എഴുതോ. ഇനി മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായിട്ട് നിറഞ്ഞ മനസ്സോടെ ഒരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ട് ആ ഗിഫ്റ്റ് ഹാപ്പി ബർത്ത്ഡേ. ലല്ലുചേട്ടാ, താങ്ക് യു. എന്റെ വകയും ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ഷർട്ട് മുണ്ടൊക്കെ സൂപ്പർ ആയിട്ടുണ്ട്. അല്ല ഗിഫ്റ്റ് ഒന്നും ഇല്ല ഇതിന്? അത് വൈകുന്നേരം പാർട്ടിക്ക് തരും. അങ്ങനെ പാർട്ടി ആയിട്ടൊന്നുമില്ല, ചെറിയ രീതിയിൽ അത്രയൊക്കെ ഉണ്ട്. സന്തോഷായല്ല? പിന്നെ സത്യം ഭയങ്കര സന്തോഷം. രണ്ടുപേർക്കും. പൊന്നു ആ മുഖമൊക്കെ കാണണമായിരുന്നു. ഉണ്ട പോലെ ഇരിക്കുന്നു. Aliens.